ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK Max. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല. കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണമാണ് അത് ഇടാഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ 5 ഭാഗങ്ങൾ അല്ലേ, നമ്മൾ ട്രിഗണോമെട്രി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ അതിൻ്റെ 5 ഭാഗങ്ങൾ നല്ല കൃത്യമായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഭാഗം ഒരു 3 ഭാഗങ്ങൾ കൂടെയുള്ളൂ. 3 അല്ല 4 എണ്ണം, 6, 7, 8, 9. അതോടുകൂടി നമ്മുടെ ട്രിഗണോമെട്രി തീരും. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ദിവസം ഗ്യാപ്പ് വന്നതിലും ഞാനും ഖേദിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും 6ാമത്തെ ചാപ്റ്റേഴ്സ്, 6ാമത്തെ ഭാഗം അല്ലെ, ട്രിഗണോമെട്രിയിൽ 6ാമത്തെ ചാപ്റ്ററിൽ 6ാമത്തെ ഭാഗം. ഓക്കെ, നമുക്ക് 6ാമത്തെ ഭാഗത്തിലോട്ട് കടക്കാം. 6ാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ പിക്ചർ ഷോസ് ദ പാർട്ട് ഓഫ് എ സർക്കിൾ. തന്നിരിക്കുന്നത് ദ പിക്ചർ ഷോസ് ദ പാർട്ട് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. താഴെ ഒരു ഫിഗർ കാണുന്നുണ്ടല്ലോ അല്ലെ. ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് ഒരു വൃത്തത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വൃത്തത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളായിട്ടൊന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും അല്ലെ. വൃത്തം ഇങ്ങനെ വന്നാൽ അതിന് അതിൻ്റെതായ ഒരു സെന്റർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്ന് പറയുന്നത് AB എന്ന് പറയുന്നത് അതിന്റെ കോഡാണ്. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ എയും ബിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്താൽ ഈ ABCD എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെ. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ? ചാക്രീയ ചതുർഭുജം എന്ന് പറയും മലയാളത്തിൽ. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സുകൾ എപ്പോഴും സപ്ലിമെന്ററി ആയിരിക്കും. എന്താണ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ? എന്താണ് 180 ഡിഗ്രി ആയിരിക്കും. തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് കോർണേഴ്സ് ആണ് ഈ സിയും ഈ ഡിയും. അത് തമ്മിൽ കൂട്ടി നോക്കിയേ, ഇത് 140 ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എത്ര ഡിഗ്രി വരും? ഇത് 40 ആയിരിക്കും വരുന്നത്. കാരണം എങ്കിൽ മാത്രമേ ഇത് എന്താവത്തുള്ളൂ, 180 ആവത്തുള്ളൂ. ഓക്കെ, അതേപോലെ നമുക്കറിയാം ഇതാണ് സർക്കിളിന്റെ സെന്റർ O എന്ന് കരുതുക. എങ്കിൽ ഈ എയിൽ നിന്നും ഓയിലോട്ടും അതേപോലെ തന്നെ ഈ ബിയിൽ നിന്നും ഓയിലോട്ട് ഒരു കണക്ഷൻ കൊടുത്താൽ അതിനെയാണല്ലോ നമ്മൾ റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയും അല്ലെ. സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ ഏതെങ്കിലും ഒരു ബിന്ദുവിലോട്ട് വരയ്ക്കുന്ന രേഖ, പല ബിന്ദുക്കളുണ്ട്, ഏതെങ്കിലും ഒരു ബിന്ദുവിലോട്ട് വരച്ചാൽ അതാണ് റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം റേഡിയസ് ആണ്. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? അത് ഇതിന്റെ ഇരട്ടി ആയിരിക്കും. അതും നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താണ് വേണ്ട, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് അല്ലെ. അതിനുവേണ്ടി നമ്മൾ 5ാമത്തെ ഭാഗത്തിൽ നന്നായിട്ട് പഠിച്ചിരുന്നു. അതിന് ഇക്വേഷൻ നമ്മൾ പഠിച്ചു, CL = 2R sin C/2 എന്നുള്ള ഇക്വേഷൻ പഠിച്ചല്ലേ. ഇവിടെ CL എന്ന് പറഞ്ഞ കോഡ് ലെങ്ത് ആണ്. ആ കോഡ് ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാ? 8. അപ്പൊ ഈ കോഡ് ലെങ്തിന്റെ നേരെ താഴെ എന്ത് എഴുതാം? 8 = 2 റേഡിയസ് അറിയത്തില്ല, R സൈൻ C എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ആംഗിൾ ആണ് അല്ലെ. ഇവിടെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 80. therefore 80/2. ദാറ്റ് ഈസ് ഈക്വൽ ടു, തീർന്ന ആൻസർ തീർന്നു. ദാറ്റ് ഈസ് 8 = 2 6 സൈൻ എന്താണ് 80/2 എത്രയാണ്? 40. നമുക്കറിയാം 6 ആണ് നമുക്ക് വേണ്ടത്. 6 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. R = 8 ഇവിടെ ഇൻറ്റു ചെയ്ത 2 അല്ലെ. ഇൻറ്റു ചെയ്ത 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ്? ഡിവിഷൻ ഇൻറ്റു. അതേപോലെ ഈ സൈൻ തീറ്റയും എന്ത് ചെയ്യും? ഡിവിഷൻ. സൈൻ 40. അതേപോലെ സൈൻ 40യുടെ വാല്യൂ നമുക്ക് കാണാതെ അറിയത്തില്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് പരീക്ഷയ്ക്ക് തന്നിരിക്കും. സൈൻ 40യുടെ വാല്യൂ എന്ന് പറയുന്നത്, അതിനു മുമ്പേ ഈ 2ഉം ഈ എന്താണ് 8ഉം കൂടെ വെട്ടി നമുക്ക് എന്ത് എഴുതാം? 4 എന്ന് എഴുതാം. മിച്ചം നോക്കിയേ, R = എന്ത് വരും? 4 സൈൻ 40യുടെ വാല്യൂ 0.64 എന്നാണ്. therefore R = ഇത് ഡിവൈഡ് ചെയ്യാൻ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ R = എത്ര കിട്ടും? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6.25 എന്ന് കിട്ടും. അപ്പൊ റേഡിയസ് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതിനകത്ത് പ്രധാനപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി 5ാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. CL = 2R sin C/2. ആ ഇക്വേഷൻ വെച്ചാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 angle of the rhombus. ഒരു റോംബസിനെ പറ്റിയാണ് അല്ലെ പറയുന്നത്. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്, റോംബസ്. ജസ്റ്റ് അതിന് പേരൊന്നിടാം. എന്താണ് ഇപ്പോഴും നമ്മൾ ഇടുന്ന പേര്? ABCD. ഒരു 1 angle of the rhombus is 50 ഡിഗ്രി. A ആണ് 50 ഡിഗ്രി വരെ. കാരണം B എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് A എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, A എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. അതിനകത്ത് ഷോർട്ടർ ഡയഗണൽ. അപ്പം ഷോർട്ടർ ഡയഗണൽ ആണെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു ലോങ്ങർ ഡയഗണലും ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു റോംബസിന്റെ അകത്ത് 2 ഡയഗണൽ ഉണ്ട്. അതിലൊരെണ്ണം വലുതും ഒരെണ്ണം ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എയിൽ നിന്നും സിയിലോട്ട് വരയ്ക്കുന്നത് ഒരു ഡയഗണലാണ് അല്ലെ. AC എന്ന് പറയുന്ന ഒരു ഡയഗണലാണ്. കൂടാതെ ഡിയിൽ നിന്നും ബിയിലോട്ട് വരയ്ക്കുന്നത് എന്ത് തന്നെയാണ്? ഡയഗണലാണ്.
ഈ ഡയഗണൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇന്റർസെക്ട് അല്ലെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ ഷോർട്ടർ ഡയഗണൽ എന്ന് പറയുന്നത് അപ്പൊ ബി ഡി ആണ്. അത് എത്ര ഉണ്ട്? 6 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബി ഡി ടോട്ടൽ 6 ആണെങ്കിൽ ഇതിനെ സെന്റർ ഒ എന്ന് വിളിച്ചാൽ, ബി ഡി ടോട്ടൽ 6 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് DO 3 ആയിരിക്കും. അതേപോലെ തന്നെ ഒ ബിയും എന്തായിരിക്കും? 3 ആയിരിക്കും. കൂടാതെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, റോംബസിന്റെ ഡയഗണലുകൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോണളവ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എല്ലാ കോണളവും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ AOD കാണുന്നുണ്ടോ? AOD എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാം. കാരണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് AC എന്ന് പറയുന്ന ഡയഗണൽ വേണം. AC എന്ന് പറയുന്ന ഡയഗണൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഈ OA കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം, തന്നിരിക്കുന്നത് ടോട്ടൽ എന്താണ്? 50 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 25 ഡിഗ്രി ആയിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഇവിടെ ട്രിഗണോമെട്രി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് അപ്ലൈ ചെയ്താൽ മതിയാവും മക്കളെ? ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് tan 25 അപ്ലൈ ചെയ്യണം അല്ലെ. tan 25 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? 3 ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്താണ്? അതാണ് നമ്മുടെ OA. ഇതിന്റെ അകത്തുനിന്ന് OA ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 3 ഡിവൈഡ് ബൈ tan 25. tan 25ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യന് തരും. ആ വാല്യൂ ഇട്ട് കൊടുക്കാൻ നേരം നമുക്ക് OA ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 3.21 സംതിങ് എന്ന് കിട്ടും. അതാണ് O മുതൽ A വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് 3.21. അതുപോലെ തന്നെ ആയിരിക്കും ഇതും എന്ത് തന്നെ ആയിരിക്കും? ഈ 3.21 ഇത് 3.21 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 3.21 ആയിരിക്കും. അപ്പോൾ AC എന്ന് പറയുന്ന ടോട്ടൽ ഡയഗണൽ അപ്പൊ എന്തായിരിക്കും? AC എന്ന് പറയുന്ന ലാർജ് ഡയഗണൽ അപ്പൊ എന്തായിരിക്കും? 3.21 into 2 ആയിരിക്കും. ദാറ്റ് ഈസ് AC ഈസ് ഈക്വൽ ടു 6.43. അതാണ് നമ്മുടെ ഡയഗണൽ 2. ഈ തന്നിരിക്കുന്ന ഈ മൂന്നും കൂടെ ചേർന്നാണ് അതെന്താണ്? ഡയഗണൽ 1. അപ്പൊ 2 ഡയഗണലും കിട്ടി. ആദ്യം ഡയഗണൽ 2 6.43 കിട്ടി. ഡയഗണൽ 1 നമുക്ക് എന്തും കിട്ടി? 6 തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഡയഗണലുകൾ ഉണ്ടെങ്കിൽ, അത് അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. ഡയഗണലുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ റോംബസിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് D1 D2 ആണ്. അത് ഓർത്ത് വെച്ചോ. ഡയഗണലുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റോംബസിന്റെ ഏരിയ ഡിക്വേഷൻ ഹാഫ്. അപ്പൊ ജസ്റ്റ് വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്തേ. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് വാല്യൂ ഇട്ട് കൊടുത്താൽ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1ന്റെ സ്ഥാനത്ത് 6 ഇൻറ്റു D2ന്റെ സ്ഥാനത്ത് 6.43. നമുക്ക് വേണമെങ്കിൽ ഇതും കൂടെ ക്യാൻസൽ ചെയ്യാൻ 3. ഇത് രണ്ടും കൂടെ ഗുണിക്കാൻ നേരം നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു 19.29 സെന്റിമീറ്റർ സ്ക്വയർ മീറ്റർ. ദിസ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റോംബസ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മുന്നോട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും എല്ലാ ചാപ്റ്റേഴ്സുകളും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് പ്രയോജനപരമായി നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഓക്കെ. അതുകൊണ്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പൊ നമുക്ക് ഏരിയ കിട്ടി. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിത്യേനെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണല്ലേ ലാഡർ എന്ന് പറയുന്ന സാധനം അല്ലെ. നിത്യേനെ ഉപയോഗിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ആണെങ്കിൽ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. എ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ട്രിഗണോമെട്രിയുടെ അകത്ത വാള്, ടവർ, അതേപോലെ തന്നെ എന്തെങ്കിലും തെങ്ങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. ഗ്രൗണ്ടുമായിട്ട് മെയ്ഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി. അത് ഓർത്ത് വെച്ചോ. ഓക്കെ. ഇവിടെ ചരിഞ്ഞ തെങ്ങോ അല്ലെങ്കിൽ ചരിഞ്ഞ വോളോ അല്ലെ ചരിഞ്ഞ ടവറോ ഒന്നും ഇല്ല, എല്ലാം സ്ട്രൈറ്റ് ആണ്. ഓക്കെ. അതെപ്പോഴും ഓർത്ത് വെച്ചോണം. ചരിഞ്ഞതാണെങ്കിൽ അവർ എടുത്ത് ക്വസ്റ്റ്യനിൽ പറയും എ ടവർ ലീൻസ് അഗെയിൻ, ഇതിലെ ടവർ മെയ്ഡ് ആൻ ആംഗിൾ ബിറ്റ്വീൻ ദ ടവർ ആൻഡ് ഗ്രൗണ്ട് എന്നൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ അത് ഓക്കെ അങ്ങനെ ചെയ്യാം. പറയാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് അങ്ങ് ചെയ്തു പോകും. അപ്പൊ നിങ്ങൾ നോക്കുക, എ ലാഡർ ലീൻസ് അഗെയിൻസ്റ്റ് എ വാൾ, ഇറ്റ്സ് ഫുഡ് 2 meters away from the wall. A ladder leans against a wall with its foot 2 meters away from the wall. എന്ന് പറഞ്ഞാൽ ഒരു ലാഡർ എന്ത് ചെയ്തു? നമുക്ക് വരയ്ക്കാം. ഇതാണ് നമ്മുടെ വാള്, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. അപ്പൊ ഇത് നമ്മുടെ വാളാണ്, ഇത് നമ്മുടെ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിലും വാള് ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. ഇതാണ് നമ്മുടെ എന്ത് ലാഡർ. ജസ്റ്റ് പേരിടാം A B എന്താണ് C.
എ ലാഡർ ലീൻസ് അഗൈൻസ്റ്റ് എ വാൾ. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അതേപോലെ തന്നെ വിത്ത് ഇറ്റ്സ് ഫൂട്ട് 2 meters away from the wall എന്ന് പറഞ്ഞാൽ ഈ ലാഡറിന്റെ താഴത്തെ ഭാഗം അല്ലെ, അതാണല്ലോ ഫൂട്ട്. ഈ ഫൂട്ട് എന്ന് പറയുന്നത് വോളിൽ നിന്നും എത്ര മീറ്റർ ആണ്? 2 മീറ്റർ അകലെയാണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലാഡർ ആൻഡ് ഗ്രൗണ്ട്, ലാഡറും അതേപോലെ തന്നെ ഗ്രൗണ്ടും എന്ന് പറഞ്ഞാൽ ഇതുകൾക്കിടയിലുള്ള കോണളവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചതൊക്കെ എഴുതിക്കോണം കേട്ടോ. അപ്പൊ ലാഡറിന്റെയും ഗ്രൗണ്ടിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് എത്ര ഡിഗ്രി? 40 ഡിഗ്രി. എങ്കിൽ ഹൗ ഹൈ ഇറ്റ്സ് ടോപ്പ് ഓഫ് ദ ലാഡർ എന്ന് പറഞ്ഞാൽ ലാഡറിന്റെ മുകൾ ഭാഗം ആ ഗ്രൗണ്ടിൽ നിന്ന് എത്ര? അതായത് നമുക്ക് വേണ്ട എന്താണ്? AC എന്ന് പറയുന്ന ഈ വശമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഇവിടെ നമുക്ക് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്താൽ പോലെ, കാരണം 90 ഡിഗ്രി ഉണ്ട്, ഒരു വശമുണ്ട്, ഒരു ആംഗിൾ ഉണ്ട്. തന്നിരിക്കുന്ന ആംഗിളിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീറ്റ എന്ന് വിളിക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ തന്നിരിക്കുന്ന ആംഗിളിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? തീറ്റ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇത് തീറ്റ ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ട AC എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡാണ് AC. അതേപോലെ തന്നെ ഇത് 40 ആണെങ്കിൽ കൂടെ അഡ്ജസ്റ്റന്റ് സൈഡാണ് നമുക്ക് തന്നിരിക്കുന്നത് എത്ര? 2. നമ്മൾ നോക്കേണ്ട കാര്യം വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 40. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? AC ഡിവൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് എത്രയാണ്? 2 അല്ലെ. ജസ്റ്റ് ടാൻ 40യുടെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. 0.83 സംതിങ് എന്നാണ്. ഈസ് ഈക്വൽ ടു AC by 2. ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? ഈ 2 ഇങ്ങോട്ട് പോയി ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 0.83 into 2 is equal to AC. Therefore AC is equal to എത്ര കിട്ടും? 1.66 മീറ്റർ. അപ്പൊ എത്ര ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്? 1.66 മീറ്റർ. ഇത്രയുള്ള കാര്യം. ഓക്കെ. ഇതിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇക്വേഷൻസുകളും എങ്ങനെ അപ്ലൈ ചെയ്യാം, പിന്നെ ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഓക്കെ. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വേണം. അർത്ഥം മനസ്സിലാക്കിയേ മതിയാവും. ഓക്കെ. അല്ലാണ്ട് ചെയ്യരുത്. ഓരോ മൈന്യൂട്ട് കാര്യത്തിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തെറ്റിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ തെറ്റിപ്പോകും. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ഭാഗമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.